ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള ഒരു മഷ്റൂം കറിയാണ്, കൂൺ കറിയാണ്. നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. അതിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 വലിയ സവോള, പച്ചമുളക്, പിന്നെ അതിലേക്ക് വേണ്ട മസാല, കറുവപ്പട്ട, ഗ്രാമ്പ്, ഒരു ഏലക്ക, കുറച്ച് കുരുമുളക്, വറമുളക്, പിന്നെ പെരുംജീരകം, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ അതിൻ്റെ കൂടെ ഇഞ്ചി പൂണ്ട് ചതച്ച, വെളുത്തുള്ളി ചതച്ചിട്ടുള്ള മിക്സും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം, ഫുള്ളിലിട്ടിട്ട് ചെയ്യരുത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടെ വറമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടിയുടെ ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നമുക്കത് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നല്ലോണം വഴറ്റി വെച്ചാൽ ഇങ്ങനെ ഒരു ഡാർക്ക് കളറിൽ വരും. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാലകളും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് കരിയാൻ പാടില്ല, സിമ്മിലിട്ടിട്ട് വേണം ചൂടാക്കാൻ. അതായത് ഇത് കരിഞ്ഞു പോയാൽ ജീരകമൊക്കെ കരിഞ്ഞ് സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ലൊരു ചോക്കനാവുന്ന സമയത്ത് നമ്മളൊക്കെ അതിൽ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആദ്യം ആ മസാല ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളി വേഗം ഒന്ന് വഴറ്റി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയല്ല, അതിന് പകരം പിരിയമുളകാണ് ചേർത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ഒരു പിടി പൊട്ടുകടല ഇട്ട് കൊടുക്കുക. പൊട്ടുകടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പൊട്ടുകടലയുടെ ഒരു പച്ച സ്വാദം ഉണ്ടാവുമല്ലോ, അത് പോകുന്നത് വരെ അതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണുക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇത് മഷ്റൂം ഞാൻ വാങ്ങി വന്നതാണ്, ഒരു പാക്കറ്റ് മഷ്റൂമാണ്. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇത് മഞ്ഞൾപ്പൊടി നന്നായിട്ട് പുരട്ടി വെച്ചു. നമുക്ക് വഴറ്റി വെച്ചതൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്, അതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല, അതായത് പ്രത്യേകിച്ച് കാശ്മീരി മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് മുഴുവനും ഒന്ന് കഴുകി അതിലേക്ക് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വെള്ളമാക്കി കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. തക്കാളിയുടെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ജ്യൂസി കിട്ടും. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ അതിൽ കാശ്മീരി മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിന് നല്ലൊരു കളറ് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്കിതൊരു നല്ല പവൻ കളറിൽ നമുക്ക് ഈ കറി കിട്ടും. അതാണ് അതിൻ്റെ ഭംഗി. ഒരുപാട് തുടുത്തിട്ടായ ഒരു ഭംഗിയില്ല, പവൻ കളറാണ് ഏറ്റവും നന്നായിരിക്കുക. നമുക്കതൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം, കഴുകി വെച്ചിട്ടുള്ള വെള്ളം, തിക്കായിട്ടുള്ളതല്ല, കഴുകി വെച്ചിട്ടുള്ള ആദ്യം ആ വെള്ളം ഒന്ന് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുള്ള മഷ്റൂം നമ്മളതിലൊന്ന് ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കുറച്ച് ഇട്ടിട്ട്, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാമല്ലോ. അപ്പോൾ ആവശ്യത്തിന് മഷ്റൂമിലേക്ക് പിടിക്കാനുള്ളത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ മഷ്റൂം നമുക്ക് എന്തായി നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇരുന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. വേഗം വേവ് കൂട്ടും. അത് വെന്താലും ഉടയൊന്നും ഇല്ലാതെ അതിങ്ങനെ തന്നെ നിൽക്കും. അത് നമുക്ക് തൊട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പഞ്ച് മാതിരി നമുക്ക് തോന്നും. ഇവ നന്നായിട്ടത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഓൾറെഡി വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ജാഗരി പൗഡർ, ശർക്കര പൗഡർ, കുറച്ച് നമുക്ക് പുളിപ്പും എരിവും എല്ലാം ഒന്ന് സമീകൃതമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരു നല്ല ടേസ്റ്റ് ഫ്ലേവറും അതിൽ കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിള വരുന്ന വരെ വയ്ക്കുക. ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ല നല്ല ഇതുപോലുള്ള റെസിപ്പി, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. ചെറിയൊരു തള വന്നതിന് ശേഷം നമുക്കതിൽ കറിവേപ്പില മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കറിവേപ്പില ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ടത് എല്ലാത്തിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അത് ഇളക്കി വിടുന്നുണ്ട്. അതിൻ്റെ ആ മല്ലിയുടെ ഇലയുടെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചൂടിൽ ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക്, പൊറോട്ട അതിലേക്കൊക്കെ എല്ലാം നല്ലൊരു മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വരെ ബൈ.